അപ്പൊ നമ്മൾ ഇന്നലെ എവിടെയെന്ന് പറഞ്ഞു നിർത്തിയേ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സാഹിനിയുടെ അമ്മച്ചിനെയും കൊണ്ടുപോയിട്ട് തിരിച്ചു നോക്കി സംഭവം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചെറുതായിട്ട് ഇക്കാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കിയതാട്ടോ. സംഭവം ചീറ്റി പോയി. എന്തായിരുന്നു സർപ്രൈസ് എന്ന് വെച്ചാൽ ഇക്കാടെ ഫ്രണ്ട്സ് വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇറങ്ങിയത്. അവരുടെ അടുത്ത് കേക്ക് വാങ്ങിച്ച് വഴിയിൽ കാത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അവരത് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. അതും ഒരു സംഭവം സെറ്റാട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് മെസ്സേജ് അയക്കണ കണ്ടപ്പോ മനസ്സിലായിട്ട് എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്നോട് ആളും കൂടി ചോദിച്ചുട്ടാ എന്താ ഉദ്ദേശം, വീണ്ടും കേക്ക് വാങ്ങിച്ചു മുറിക്കാനാണോന്ന്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഗൂഗിൾ പേയിൽ കാശ് അയച്ചു കൊടുത്തപ്പോ അതിന്റെ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായിട്ടാ. അവര് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിന്റെ അവിടെയാണ് നിന്നേ. അപ്പൊ ഞങ്ങൾ അമ്മച്ചീനെ സാനിനും കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ നേരെ സ്റ്റേഡിയത്തിന്റെ അങ്ങോട്ടേക്ക് ചെന്നു. ആൾക്ക് ചെറുതായിട്ട് മനസ്സിലായെങ്കിലും ആളുടെ അടുത്ത് ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അവരവിടെ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാന്ന് മാത്രമായിട്ട് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവർ കേക്കൊക്കെ വാങ്ങിച്ച് അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു കേട്ടാ. ഞങ്ങൾ വന്നപ്പോഴേക്കും അവർ കേക്കൊക്കെ സെറ്റാക്കി വെക്കണതായിട്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് ആ ചീറ്റി പോയിന്റ് ഒരു വിഷമം. ഇപ്പൊ ഈ കാര്യം ഒന്നല്ല കേട്ടാ, എല്ലാ കാര്യത്തിലും അതെ. ഇക്കാക്ക് എന്ത് ചെയ്താൽ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ആളെ എങ്ങനെയെങ്കിലും പിടിക്കും. അത് മാത്രല്ല ആളറിയേണ്ട ആൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണേ ഇതെന്തിനാ മേടിച്ചേ എന്തിനാന്നൊക്കെ ചോദിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് അതിന് സർപ്രൈസ് വരുമ്പോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അത് പുള്ളിക്ക് പറ്റില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇതിൽ നോക്കണതാ ആ ഒരു എക്സ്പ്രഷന് വേണ്ടിട്ട്. പക്ഷെ ഇത്ര നാളായിട്ട് അത് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞ പുള്ളിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോഴെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹം. ഇപ്പൊ ഈ വീഡിയോ കാണാൻ കെട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും അറിയാണ്ട് മേടിച്ചു തരുമ്പോ ഒന്ന് സർപ്രൈസ് ആവാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എവിടെയാന്ന് വെച്ചാൽ കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാട്ടോ. കേക്കിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ലവ് നാട്ടാ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വായിലൊക്കെ വെച്ച് കൊടുത്ത് ഈ വർഷത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ സന്തോഷത്തോടെ ഞങ്ങളുടെ മരണം വരെ ജീവിക്കാൻ പറ്റണമെന്ന് മാത്രമേ. ഇതിപ്പോ കാണാൻ നിങ്ങൾ വിചാരിക്കും ഞങ്ങളും ഈ തല്ലുണ്ടാക്കാറൊന്നുമില്ല, ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളും ഈ സ്നേഹമുണ്ട് എന്ന ആവശ്യത്തിന് തല്ലുണ്ടാക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം മിണ്ടാണ്ടിരുന്നിട്ട് ഞങ്ങൾ ഇന്ന വരെ തല്ലുണ്ടാക്കിയിട്ടില്ല. എന്ത് വഴക്കുണ്ടാക്കിയാലും അപ്പൊ ആ നിമിഷം തീരും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളും ഈ തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് മിണ്ടായി ഇക്കാക്കും മടിയില്ല, ഇക്കാടത്ത് പോയി മിണ്ടായി എനിക്കും മടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള തല്ല് നീണ്ടുപോകാത്ത. പിന്നെ ഇക്കാട് 2 ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും കൂടിയിട്ട് രാത്രി എറണാകുളത്തേക്ക് ഇറങ്ങാൻ പോയിരുന്നു. അവരുടെ ഒപ്പം എനിക്കും പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാ. പിന്നെ അവൻ ചെറുതായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അവിടെ നേരെ വീട്ടിലോട്ടാട്ടോ പോയത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നേക്ക് ഇക്കെങ്കിൽ ഡയറി മിൽക്ക് വാങ്ങിച്ചു കേട്ടാ. എനിക്കാണ് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ ഡയറി മിൽക്ക് എന്നല്ല എല്ലാം മിഠായി ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പോഴേക്കും 10-11 മണിയൊക്കെ ഉണ്ടായിരുന്നുട്ടാ. റോട്ടിലാണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ മുകളിൽ കയറി കുറെ ഷോ ഒക്കെ ഇറക്കിയിട്ടാണ് പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം.